ഹായ് എല്ലാ കൂട്ടുകാർക്കും ഷിലൂസ് കിച്ചണിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര കുടിച്ചാലും മതി വരാത്ത ഒരടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 3 അണി ശർക്കര കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള പായസം തയ്യാറാക്കാൻ പോകുന്നത്. ബ്രെഡ് ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചൊന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം നെയ്യിനകത്തേക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് പീസസ് ഇതിനകത്തേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് ക്രിസ്പി ഒന്നും ആവണ്ട. ജസ്റ്റ് ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ആ ഒരു ബ്രെഡിൽ കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റോളം അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇനി നമ്മൾ ശർക്കര പാനി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ബ്രെഡെല്ലാം ആ ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ബ്രെഡ് പീസൊക്കെ ആ ഒരു ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് പാലിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ 1 ഗ്ലാസ് പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ബ്രെഡൊക്കെ ഒന്ന് ആ പാലിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പായസത്തിന് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് ഈ പായസം ഉണ്ടാക്കാനായിട്ട് തികച്ച് വേണ്ട. കണ്ടോ, 2ാമത്തെ ഗ്ലാസ് പാല് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വന്നാൽ മതി. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവില്ല. ഇപ്പം തന്നെ അത് റെഡിയാവും. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് പീസസ് ഒക്കെ ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ബ്രെഡിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പായസമാണിത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും സൂപ്പറായിട്ടുള്ള മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.